നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജൂൺ മാസം ഇവിടെ പറയുന്ന 12 നക്ഷത്ര ജാതകർക്കും പണം കുമിഞ്ഞുകൂടുകയും ചെയ്യുന്നതായിരിക്കും. അതായത് രാജാവിന് തുല്യമായി ജീവിക്കുവാനുള്ള യോഗങ്ങൾ ഉള്ള നക്ഷത്ര ജാതകമാണ്. ഇതൊരു ഞെട്ടിക്കുന്ന പ്രവചനമാണ്. ഇവിടെ പറയുന്ന 12 നക്ഷത്ര ജാതകർക്കും ഉറപ്പായും വലിയ നേട്ടവും വിജയങ്ങളൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് വന്നു ചേരുന്ന സമയമാണ്. വലിയ സമ്പന്നതയും സൗഭാഗ്യവും ഒത്തിരി അവസരങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഉറപ്പായും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നതായിരിക്കും. എന്തുതന്നെയാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകൾ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ ഒരു പൂജ കൊണ്ട് നടന്നു കിട്ടുന്നതായിരിക്കും. എന്തുതന്നെയാലും 2025 ജൂൺ മാസം ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങളും പണം കുമിഞ്ഞു കൂടുകയും ചെയ്യുന്ന ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള യോഗവും ജീവിത വിജയങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. അതായത് ധാരാളം സമ്പത്തും സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. നിങ്ങളതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ഉറപ്പായും നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ മറികടക്കാൻ കഴിയും. കാരണം ഈശ്വരൻ നിങ്ങളുടെ വിളി കേൾക്കുന്ന സമയമാണ്. നിങ്ങൾക്കൊക്കെ എതിരെ ആരെങ്കിലും ദുഷ്പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവരിലേക്ക് തന്നെ എത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സർവേശ്വരൻ്റെ മുമ്പിൽ ഇരു കൈയും കൂപ്പി നിന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഭഗവാനെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും എന്നോട് മാപ്പ് തരണേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളത് പ്രാർത്ഥിച്ച് നോക്കുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തെറ്റുകളും പുറത്ത് ഈശ്വരൻ നിങ്ങൾക്ക് വലിയ വിജയവും വലിയ അനുഗ്രഹങ്ങളും അനുഗ്രഹവർഷങ്ങളും ചൊരിയുന്ന ഒരു സമയമൊക്കെയാണ്. നിങ്ങളുടെ മനസ്സിലെ വേദനകളൊക്കെ ഭഗവാൻ തുടച്ചു മാറ്റുന്നതായിരിക്കും. അതുകൊണ്ട് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോട് പ്രവർത്തിക്കുക. കുടുംബത്ത് വിളക്ക് തെളിയിക്കുക. അതിരാവിലെയും വൈകുന്നേരവും കുളിച്ച് വൃത്തിയായിട്ട് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുവിധമായിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജികളെയും നമ്മുടെ കുടുംബത്തിൽ നിന്നും പുറത്ത് കടന്ന് നിങ്ങൾക്കതിനെ നല്ല രീതിയിൽ ആ കുടുംബത്തെ വിജയങ്ങൾ കൊണ്ടുവരുവാനും കഴിയുന്നതായിരിക്കും. അടുത്ത ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്ര ജാതകർക്കും കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. ജൂൺ മാസം പൊതുവെ രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും അവസരങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതായിരിക്കും. അതായത് ഭാഗ്യദേവതയുടെ ധാരാളം അനുഗ്രഹങ്ങളൊക്കെ ഈശ്വരൻ്റെ കൃപ കൊണ്ടും ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ നേട്ടങ്ങൾ ഉറപ്പായും ഈ സമയം കൊണ്ടുവരുന്നതായിരിക്കും. ഞെട്ടിക്കുന്ന പ്രവചനം തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രയാസവും ദുരിതവും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അതായത് സൗഭാഗ്യ കാലഘട്ടമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് വന്നു ചേരുവാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് ജീവിതത്തിൽ കിട്ടുക തന്നെ ചെയ്തായിരിക്കും. അതുപോലെ തന്നെ മകയിരം നക്ഷത്ര ജാതകർ, ഇവരും ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈശ്വരൻ അനുഗ്രഹവർഷം ചുരിയുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം ധാരാളം മാറ്റങ്ങൾക്ക് നിങ്ങൾ വിധേയപ്പെടുന്നതായിരിക്കും. നല്ല ജോലി കിട്ടുന്നതായിരിക്കും. വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ പുരോഗതികൾ ഉണ്ടാകുന്നതായിരിക്കും. സന്താന ലബ്ധി ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ ചൈതന്യം നിങ്ങളുടെ കുടുംബത്തും നിങ്ങളിലും ധാരാളം ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ഭഗവാന്റെ മുമ്പിൽ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും നിങ്ങളുടെ എല്ലാ വിഷമതകളും ഇരു കൈയും കൂപ്പി നിന്ന് പറയുക. ആ ഭഗവാൻ നിങ്ങളെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കരകയറാൻ കഴിയും. ചില വ്യക്തികളുണ്ട് മനസ്സിൽ വളരെയധികം വിഷമങ്ങളായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വഴിയിലൂടെ നിങ്ങൾക്ക്
വിഷമാനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആൾ നിങ്ങളെ ചതിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സ് വളരെയധികം ദുർബലപ്പെട്ട് ജീവിക്കണോ മരിക്കണമോ എന്നുള്ളൊരു ഒരു രീതിയിലൂടെ നിങ്ങളുടെ മനസ്സൊക്കെ സഞ്ചരിക്കുന്നുണ്ടായിരിക്കും. അതിനെല്ലാം മോചനങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള സമയമാണ്. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. എല്ലാം ഭഗവാന്റെ മുമ്പിൽ അനുഗ്രഹിച്ച്, അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്തായിരിക്കും. ഒട്ടനവധി മാറ്റവും നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. പുണർതം നക്ഷത്ര ജാതകർക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ധാരാളം സൗഭാഗ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലോട്ടറി അടിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുവാൻ വളരെ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ഭാഗ്യദേവത നിങ്ങളെ കടാക്ഷിച്ച് ധാരാളം സൗഭാഗ്യത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്ന ഒരു സമയവും സാഹചര്യവുമാണ് പുണർതം നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത പൂരം നക്ഷത്ര ജാതകരാണ്. പൂരം നക്ഷത്ര ജാതകർക്കും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായി കിട്ടുന്നതായിരിക്കും. അതായത് നല്ല ജോലി ലഭിക്കുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ട് പുരോഗതികൾ ഉണ്ടാകും. അതായത് സമ്പത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിൽക്കുന്ന ആൾക്കാരാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈശ്വരൻ്റെ മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങൾക്ക് നല്ല വഴി തെളിച്ചു തരുന്നതായിരിക്കും. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷം മുതൽ ഈശ്വരനെ വിളിച്ചപേക്ഷിച്ച്, അല്ലെങ്കിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് ദിനവും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. അതിരാവിലെ കുളിച്ച് വൃത്തിയായി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് നല്ല മാറ്റങ്ങളും നല്ല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. വിജയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക്. അതായത് ഏത് മേഖലകളിൽ പ്രവർത്തിച്ചാലും ശരി, വിജയം നിങ്ങൾക്കുറപ്പാണ്. നിങ്ങൾ യാതൊരുവിധമായിട്ടുള്ള പരാജയത്തിനും നേരിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ല. സമ്പത്തിന് സമ്പത്ത് വന്നു ചേരുന്നതായിരിക്കും. ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുന്നതായിരിക്കും. സമസ്ത മേഖലകളിലും ശോഭിക്കുവാനുള്ള ഭാഗ്യവും യോഗങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരിക തന്നെ ചെയ്തായിരിക്കും. അടുത്ത ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടുകൂടി തന്നെ ധാരാളം സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ തേടി വരും. സമ്പത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല ഇവർക്ക്. അതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടത്തെ മുറുകെ പിടിച്ച് അതിനെ മറികടന്ന് ജീവിതത്തിൽ പെട്ടെന്ന് വിജയിക്കുവാൻ കഴിയുന്നവരായിരിക്കും. അത് വ്യാപാരത്തിലായാലും ശരി, ജീവിതത്തിലായാലും ശരി, നിങ്ങൾ ഉറപ്പായും ജൂൺ മാസം വിജയിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്ര ജാതകർക്കും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും ഒരു രാജാവിന് തുല്യമായി വാഴുവാനും ജീവിക്കുവാനും കഴിയുന്ന സാഹചര്യങ്ങളാണ് മുമ്പിൽ തെളിയുന്നത്. നിങ്ങൾക്ക് സ്വപ്നതുല്യമായ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. വസ്തു മേടിക്കുവാനുള്ള യോഗങ്ങൾ ധാരാളം കാണപ്പെടുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നല്ല വീട് വെക്കുവാനും നല്ല വസ്തു മേടിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുക തന്നെ ചെയ്തായിരിക്കും. സമ്പത്ത് കുമിഞ്ഞു കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും. ഊഹ കച്ചവടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് നേടിയെടുക്കുവാൻ കഴിയും. അടുത്ത തൃക്കേട്ട നക്ഷത്രമാണ്. ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ വിജയിക്കില്ല എന്ന് പറഞ്ഞ എല്ലാ വ്യക്തികൾക്ക് മുമ്പിലും നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ്. നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഈശ്വരൻ കേൾക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം സൗഭാഗ്യവും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും. അടുത്ത ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ നല്ല നേട്ടത്തിൻ്റെയും വിജയത്തിൻ്റെയും നല്ല സമയമാണ് വരുന്നത്. നിങ്ങൾക്ക് രാജാവിന് തുല്യമായി വാഴുവാനുള്ള സമയമാണിത്. പണം യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടില്ലാതെ നിങ്ങളുടെ കരങ്ങളിലേക്ക് വന്നു ചേരുന്ന അത്ഭുതകരമായിട്ടുള്ളൊരു മാസവും സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. അതുപോലെ തന്നെ രേവതി നക്ഷത്രം. ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഉയർച്ചയും ഉന്നതകളും കാര്യവിജയങ്ങളുമാണ് ഉണ്ടാകുന്നത്. ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ചൈതന്യങ്ങളും കൊണ്ടും ഉറപ്പായും നിങ്ങളും സൗഭാഗ്യകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് കടക്കുന്ന സമയമാണ്. ഈശ്വര പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും.